കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ സ്നാക്കുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങിനാണ് പ്രത്യേകത. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വളരെ രുചിയേറിയൊരു ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പുറത്ത് നമ്മൾ ബ്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രെഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ തയ്യാറാക്കിയ സ്പെഷ്യൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബ്രെഡും ചിക്കനും വെച്ചുകൊണ്ട് ഈ ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 300 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോണ് മുഴുവൻ കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നമുക്ക് ഒരു മിക്സിയിൽ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒട്ടും ബോണില്ലാതെ ഉള്ള ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ട് ഇത് ഞാനൊരു ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇത് പേസ്റ്റ് ആക്കണ്ട കേട്ടോ. ഒരു ചെറിയ പീസ് പോലെ അങ്ങനെ ഒരു ചതച്ചെടുക്കുന്ന പോലെ ആക്കിയെടുത്താൽ മതി. നല്ല പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല. മിക്സിയിലാണെങ്കിലും ഒരു 1-2 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. കുറേ സമയം അടിക്കണ്ട. ജസ്റ്റ് 1-2 ഒരു അടി മാത്രം അടിച്ചിട്ട് എടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഫുഡ് പ്രോസസ്സറിൽ ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ചെറിയ പീസ് പോലെ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ അടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ പേസ്റ്റായി പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഒരു 30 സെക്കൻഡ് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് സവാള കുറച്ച് സമയം ഒന്ന് വഴറ്റി, ഒരുപാട് സമയം വേണ്ട കേട്ടോ. കുറച്ചൊരു 30-40 സെക്കൻഡ്സ് വരെ ഈ എണ്ണയിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയൊക്കെ ചിക്കൻ്റെ കൂടെ കിടന്നിട്ട് വെന്തോളും, അതുകൊണ്ട് കുറേ സമയമൊന്നും വഴറ്റണ്ട. ഇനി ഞാൻ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്നും ഒരുപാട് സമയം ഇട്ട് വേവിക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ചിക്കൻ ആയതുകൊണ്ട്, മിക്സിയിൽ അടിച്ചെടുത്ത ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. 10 മിനിറ്റ് തന്നെ ധാരാളം മതിയാവും. അപ്പോൾ 10 മിനിറ്റ് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. അത് നമ്മൾ മറ്റുള്ള ചേരുവകളൊക്കെ ചേർത്ത് വഴറ്റുന്ന സമയമാകുമ്പോഴേക്കും അങ്ങ് വെള്ളമൊക്കെ മുഴുവനായിട്ട് വറ്റും. അപ്പോൾ ഇതിൽ ഈ സമയത്ത് 2 ടീസ്പൂൺ പച്ചമുളക് ചതച്ചതാണ് ഞാൻ ചേർക്കുന്നത്, അല്ലെങ്കിൽ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്താൽ മതി. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴേക്ക് തന്നെ അതിലെ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് ഡ്രൈ ആവാനൊന്നും നിൽക്കണ്ട. ഈ ഒരു രീതിയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അതിനുശേഷം ഞാനിതിലേക്ക് മയണൈസ് ചേർക്കുന്നുണ്ട്. ഒരു 4-5 ടേബിൾ സ്പൂൺ വരെയൊക്കെ മയണൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എഗ്ലെസ് മയണൈസാണ് കേട്ടോ. എഗ്ലെസ് മയണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഈ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നോക്കിക്കോളൂ. അപ്പോൾ മയണൈസും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ആദ്യം 1 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 1 പീസ് ബ്രെഡ് വെച്ചിട്ട് 2 സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അതുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭംഗി കുറയും, മാത്രമല്ല ഒട്ടിച്ചെടുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് സൈഡിലുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുക.
അതിനുശേഷം ഈ ബ്രെഡ് നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് പറ്റുന്നത്രയും നേരിയതായിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. എത്ര നേരിയതാക്കിയിട്ട് പരത്തുന്നോ അത്രയും സുഖമായിട്ട് നമുക്കിത് നമ്മൾ ഈ ഫില്ലിംഗ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ബ്രെഡ് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബ്രെഡ് വെച്ചിട്ട് 2 എണ്ണം ഉണ്ടാക്കാം. അതിനായിട്ട് ഇങ്ങനെ നടുവിൽ നിന്നും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഞാനങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്, സാധാരണ പച്ചവെള്ളം. അപ്പോൾ ഇതൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രെഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും, ഈ സൈഡിലുള്ള എല്ലാ ഭാഗത്തും നമുക്കിതുപോലെ വെള്ളം നല്ലതുപോലെ ആക്കി കൊടുക്കാം ഒരു വിരൽ വെച്ചിട്ട്. ഈ ബ്രെഡ് കൊണ്ട് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ ഒട്ടി കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള അത്രയും ആവശ്യത്തിന് വെള്ളം ഇതുപോലെ ചേർക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ നമുക്കിതങ്ങ് മടക്കിയെടുക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എങ്ങനെയാണിത് മടക്കിയിട്ട് ഒട്ടിച്ചെടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാട്ടോ. ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ സമൂസയുടെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം ആവശ്യമാണെങ്കിൽ വീണ്ടും കുറച്ചാക്കി കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കുക. എന്നിട്ട് മുഴുവനും നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാം. എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബ്രെഡ് ആയതുകൊണ്ട് നല്ലതുപോലെ ഒട്ടി കിട്ടുകയും ചെയ്യും. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇത്രയും സ്നാക്സ് നമ്മൾ ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയധികം സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് മുട്ടയാണ്. ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ പാല് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പാല് പശുവിൻ പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പാലും മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ തയ്യാറാക്കിയ ഓരോ സ്നാക്കും എടുത്തിട്ട് ആദ്യം ഈ ഒരു മുട്ടയും പാലും ചേർന്നിട്ടുള്ള മിക്സിലും അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലും നന്നായിട്ടങ്ങ് കവർ ചെയ്തെടുക്കുക. ഈ ഒരു സ്നാക്സ് ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് ഒട്ടും എണ്ണ കുടിക്കില്ല. അപ്പോൾ മുഴുവൻ സ്നാക്സും ഇതേപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് വെക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുഴുവനും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. നോമ്പൊക്കെ ആകുമ്പോഴേക്കും ഇതേപോലെ തയ്യാറാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഓവനിൽ ഡീഫ്രോസ്റ്റ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിത് ഫ്രീസറിലൊന്നും വെക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ കുടിക്കില്ല കേട്ടോ. ഒട്ടും എണ്ണ കുടിക്കാത്ത സ്നാക്സാണിത്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കണ്ട. കാരണം നമ്മൾ ബ്രെഡ് കുറേ സമയം വേവിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ചിക്കനും നല്ലതുപോലെ വേവിച്ചതാണ്. അതുകൊണ്ട് തിരിച്ചു മറിച്ചിട്ട് പുറം ഭാഗം നല്ലൊരു ക്രിസ്പി ആകുന്ന രൂപത്തിലാക്കിയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, തിരിച്ചു മറിച്ചിട്ട് 2 ഭാഗവും നല്ലതുപോലെ ക്രിസ്പിയായി മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഈ സ്നാക്സ് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. എണ്ണ മുഴുവൻ കളഞ്ഞതിന് ശേഷം ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള സ്നാക്സ് മുഴുവനും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മയോണൈസ് ചിക്കൻ ബോക്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ രുചിയേറിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മയോണൈസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഗ്ലെസ് മയോണൈസ് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. നല്ല ടേസ്റ്റിയാണത്. കോൺഫ്ലോർ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു മയോണൈസാണ് ഞാനിന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ ഉള്ളിലെ ഫില്ലിങ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇഫ്താർ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്